ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം ആരുടേതാണ്? ഓപ്ഷൻസ്: ബാലഗംഗാധര തിലക്, പട്ടാഭി സീതാരാമയ്യ, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഉത്തരം: പട്ടാഭി സീതാരാമയ്യ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ബാലഗംഗാധര തിലകന്റെ ഒരു പുസ്തകം PSC പലപ്പോഴേ ചോദിക്കാറുണ്ട്. ഏതാണ് പുസ്തകം? ഗീതാരഹസ്യ. ഏതാണ്? ഗീതാരഹസ്യ. അതുപോലെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ്, ലോകമാന്യ, മറാത്ത കേസരി. അതുപോലെ ജന്മന വിപ്ലവകാരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പോൾ ഇതെല്ലാം ആരാണ്? തിലകനാണ്. കൂടാതെ ഇന്ത്യയിൽ ആദ്യമായി ശിവജി ഫെസ്റ്റിവല് ഗണേശോത്സവം സംഘടിപ്പിച്ചതാര്? ബാലഗംഗാധര തിലക്. അപ്പോൾ കൂടാതെ കൂട്ടുകാർ വീണ്ടും ഓർത്തിരിക്കുക, സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാര്? ബാലഗംഗാധര തിലക്. INCയുടെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികളെന്ന് വിളിച്ചു. കൂടാതെ INCയുടെ സമ്മേളനങ്ങൾ ഒരു തവളക്കൂട്ടങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞതുമാരാണ്? ബാലഗംഗാധര തിലകനാണ്. നമുക്കറിയാം 1907 INC സൂററ്റ് സമ്മേളനം പിളർപ്പുണ്ടാകുന്നു. രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് മിതവാദികൾ, മറ്റൊന്ന് തീവ്രവാദികൾ. അതിൽ തീവ്രവാദികളുടെ ലീഡറായിരുന്നു ആര്? ബാലഗംഗാധര തിലക്. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചതാര്? അതുമാരാണ്? തിലകനാണ്. അതുപോലെ 1916 ഇവിടെ മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമാക്കിക്കൊണ്ട്, പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഹോം റൂൾ ലീഗ് കൊണ്ടുവന്നതുമാരാണ്? അതും ബാലഗംഗാധര തിലകനാണ്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് PSC ചോദിച്ചിട്ടുള്ള ചോദ്യം, അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്കുണ്ട്. എന്താണത്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അപ്പോൾ ഇത് പറഞ്ഞ ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസാണ്. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ 1907 INCയുടെ സൂററ്റ് സമ്മേളനം, അതിൽ പിളർപ്പുണ്ടായപ്പോൾ മിതവാദികളുടെ ലീഡറായിരുന്നു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആണ് ആര്? MG റാനഡെ. അതുപോലെ തൊഴിലാളികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? അതുമാരെയാണ്? ഗോഖലെയാണ്. മഹാരാഷ്ട്രയുടെ രത്നം എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്നു, മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു. 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചു. ഹിതവാഡ, ദിനേശൻ, ജ്ഞാനപ്രകാശ്. ഇതൊക്കെയാണ് പ്രമുഖ പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ പത്രങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിന് ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്ത ഉറുദു കവിയാര്? ഓപ്ഷൻസ് നോക്കാം: അൽ ബറൂണി, ഫ്രാങ്കോയിസ് ബെർണിയർ, ഇബ്നു ബത്തൂത്ത, മിർസ ഗാലിബ്. ഉത്തരം: മിർസ ഗാലിബ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായി ആരംഭിച്ച പരമ്പരാഗത നൃത്തരൂപം അഥവാ നാടകരൂപം ഏത്? ഓപ്ഷൻസ്: ജാത്ര, പഹാരി, രജപുത്, കഥക്. ഉത്തരം: ജാത്ര. ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? ഓപ്ഷൻസ്: 2668, 2336, 1338, 2338. ഉത്തരം: 2338. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് US അരങ്ങേറിയ നാടകമേത്? ഓപ്ഷൻസ്: ക്വിറ്റ് ഇന്ത്യ, വന്ദേ മാതരം, ഡിവൈഡ് ആൻഡ് ക്വിറ്റ്, ദേശീയ വിപ്ലവം. ഉത്തരം ഏതാണ്? വന്ദേ മാതരം. സേലത്തെ മാമ്പഴം എന്നറിയപ്പെടുന്നത് ആരെ? C രാജഗോപാലാചാരി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, P രാജഗോപാലാചാരി, C ശങ്കരൻ നായർ. ഉത്തരം: C രാജഗോപാലാചാരി. അദ്ദേഹത്തെ സേലത്തെ മാമ്പഴം എന്ന് മാത്രമല്ല അറിയപ്പെടുന്നത്, പിന്നെ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ? ഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ, തെക്ക് നിന്നുള്ള യോദ്ധാവ്, പിന്നെയോ വേദാരണ്യം ഗാന്ധി. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെ നേതൃത്വം നൽകിയതാരായിരുന്നു? ഈ C രാജഗോപാലാചാരി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക, എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? വേദാരണ്യം ഗാന്ധി. ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആര്? ഇർവിൻ, വേവൽ, ചേംസ്ഫോർഡ്, ലിൽ ലിത്തുഗു. ഉത്തരം: ഇർവിൻ. ഇർവിനെ കുറിച്ച് ഓർത്തിരിക്കുക, ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇർവിനെയാണ്. അപ്പോൾ മറക്കരുത്, എങ്ങനെയാണ്? ക്രിസ്ത്യൻ വൈസ്രോയി.
അന്നേരം PSC മറ്റൊരു ചോദ്യമുണ്ട്, ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്ന ആരാണ്? റീഡിങ് പ്രഭുവാണ്. ആരാണ്? റീഡിങ്. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓപ്ഷൻസ്: റാംസെ മക്ഡൊണാൾഡ്, വിൻസ്റ്റൺ ചർച്ചിൽ, പാൽമേസ്റ്റൺ മിൻഡോ. ഉത്തരമാരാണ്? റാംസെ മക്ഡൊണാൾഡ്. അപ്പോൾ ഓർത്തിരിക്കുക, ആകെ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ 3 വട്ടമേശ സമ്മേളനങ്ങളിലെയും അധ്യക്ഷൻ ആരായിരുന്നു? അത് റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പട്ടാള മേധാവി ആര്? ഓപ്ഷൻസ്: മൈക്കിളോ ഡയർ, ജനറൽ ഡയർ, മിൻഡോ, വില്യം ഡയർ. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ഏതെങ്കിലും ഒരു ഡയർ ആണെന്ന്, അല്ലേ? അപ്പോൾ ഏതാണത്? ഉത്തരം ജനറൽ ഡയർ. അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കാനേ നമുക്ക് കഴിയും? നമുക്കറിയാം, പട്ടാള മേധാവി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പട്ടാളത്തിലെ റാങ്കുകളാണ് ഏത്? ഈ മേജർ, ജനറൽ എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പം അങ്ങ് ഓർത്തിരിക്കുക, പട്ടാള മേധാവിന് ചോദിച്ചാൽ ആ റാങ്ക് ഓർക്കുക ജനറൽ. അപ്പോൾ ആരെ കിട്ടും? ജനറൽ ഡയർ കിട്ടും. അപ്പോൾ മൈക്കിളോ ഡയർ എന്താണ് ചോദ്യം? ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിലെ ഗവർണർ അതായിരുന്നു ആര്? മൈക്കിളോ ഡയർ. ഓക്കെ.